C++ലെ ആദ്യ ചാപ്റ്റേഴ്സ് ഫോക്കസ് ഏരിയ ബേസ്ഡ് ഡിസ്കഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചെയ്തതാണ്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എന്ന വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രത്യേകം പറയാനുള്ളത്, വളരെ ലളിതമായി ഏറ്റവും ചുരുങ്ങിയ രൂപത്തിലാണ് ഈ ഒരു ചാപ്റ്റർ നാം ചർച്ച ചെയ്യുന്നത്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് കമ്പ്യൂട്ടർ സയൻസ് +1 വിദ്യാർത്ഥികളുടെയും അതേപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ +1 വിദ്യാർത്ഥികളുടെയും പൊതുവായ ഒരു ചാപ്റ്ററാണ്. ഇതിൽ എന്താണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്? കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ്ഡ് ഫോർ ചേഞ്ചിങ് സീക്വൻഷ്യൽ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ. ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ്റെ ഓർഡർ ഡിഫോൾട്ടായിട്ട് സീക്വൻഷ്യൽ ആയിരിക്കും. സാധാരണ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒന്നിന് പിറകെ ഒന്നായിട്ടായിരിക്കും. ആ ഒരു ക്രമം മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2: സെലക്ഷൻ ആൻഡ് ലൂപ്പ്. സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ കോൾഡ് ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ്. ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ കോൾഡ് ഇറ്ററേറ്റീവ് സ്റ്റേറ്റ്മെന്റ്. എന്താണ് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്? എക്സിക്യൂട്ടിംഗ് സം സ്റ്റേറ്റ്മെന്റ്സ് ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ. അതിന് എക്സാമ്പിൾസ് ആണ് ഇഫ് സ്റ്റേറ്റ്മെന്റും സ്വിച്ച് സ്റ്റേറ്റ്മെന്റും. ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ടിംഗ് സം സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റഡ്ലി ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ. വിശദമായി നമുക്ക് ഓരോന്നിലേക്കും വരാം. ആദ്യത്തെ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് if സ്റ്റേറ്റ്മെന്റ്. if സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ്ഡ് ടു സെലക്ട് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ഫോർ എക്സിക്യൂഷൻ ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ. ഒരു കണ്ടീഷൻ അടിസ്ഥാനത്തിൽ ഏതാനും സ്റ്റേറ്റ്മെന്റുകൾ സെലക്റ്റീവ്ലി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് if സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. പല രീതിയിലുള്ള if സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്. സിമ്പിൾ if else, നെസ്റ്റഡ് if else, if ladder, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട if സ്റ്റേറ്റ്മെന്റ്സ്. ഇതിലേറ്റവും സിമ്പിളായി പറയാവുന്നത്, ആദ്യമായി പറയാവുന്നത് സിമ്പിൾ if ആണ്. എൽസ് പാർട്ടില്ലാത്ത if ആണ് സിമ്പിൾ if. അതിന്റെ സിന്റാക്സ് നമുക്ക് കാണാം. if ടെസ്റ്റ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ ടെസ്റ്റ് എക്സ്പ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കണ്ടീഷനാണ്. ഉദാഹരണത്തിന്, ഒരു കുട്ടിയുടെ മാർക്ക് 30-ന് മുകളിലാണെങ്കിൽ ആ കുട്ടി ജയിച്ചു എന്ന് പറയണം. എങ്ങനെയാണ് പ്രോഗ്രാം എഴുതുക? if മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30, COD പാസ്ഡ്. അല്ലെങ്കിൽ എന്ന് നമ്മൾ പറയുന്നില്ല. അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറയുന്നില്ല. അതാണ് എൽസ് പാർട്ട് ഇല്ലാത്ത സിമ്പിൾ if എന്ന് പറയുന്നത്. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് കൂടെ പറയുകയാണെങ്കിൽ അതാണ് if else. ഇവിടെ അതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത്, അതിന്റെ പൊതുരൂപം എന്ന് പറയുന്നത് if ടെസ്റ്റ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ എൽസ് സ്റ്റേറ്റ്മെന്റ്സ്. ഇവിടെ കുട്ടിയുടെ മാർക്ക് 30-ന് മുകളിലാണെങ്കിൽ ജയിച്ചു എന്ന് പറയണം, അല്ലെങ്കിൽ തോറ്റു എന്ന് പറയണം. 30 അതിൽ കൂടുതലോ ആണെങ്കിൽ ജയിച്ചു എന്ന് പറയണം, അല്ലെങ്കിൽ തോറ്റു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് എഴുതുക. അപ്പൊ if പാർട്ടും ഉണ്ട്, എൽസ് പാർട്ടും ഉണ്ട്. അങ്ങനെ if പാർട്ടും എൽസ് പാർട്ടും ഉള്ള ifനെ വിളിക്കുന്ന പേരാണ് if else. ഇതാണ് രണ്ടാമത്തെ if സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു if സ്റ്റേറ്റ്മെന്റ് else if ലാഡറുകളാണ്. if elseകളുടെ ഒരുപാട് പരമ്പരകൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ if elseകൾ ഒന്ന് ചെയ്തതാണ് if else if ladder എന്ന് പറയുന്നത്. അതിന് else if staircase എന്നും if else if സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇതിന്റെ സിന്റാക്സ് ശ്രദ്ധിക്കുക. if ടെക്സ്റ്റ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1, else if ടെക്സ്റ്റ് എക്സ്പ്രഷൻ 2 സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2, എക്സെട്ര എക്സെട്ര. അങ്ങനെ അവസാനം ഇതൊന്നും അല്ലെങ്കിൽ അവസാനത്തെ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ആക്ച്വലി എന്താണ് else if ladder ചെയ്യുന്നത് എന്നുള്ളത് സ്വിച്ചിനെ else if ladderലേക്ക് മാറ്റി എഴുതുന്ന ഒരു പ്രോഗ്രാം വിശദീകരിച്ചുകൊണ്ട് നമുക്ക് പറയാവുന്നതാണ്. എന്താണ് സ്വിച്ച്? സ്വിച്ച് ഇസ് എ മൾട്ടി ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്. മൾട്ടി ബ്രാഞ്ചിങ് എന്ന പേര് പറയാൻ കാരണം ഒന്നിൽ കൂടുതൽ കണ്ടീഷനുകൾ സ്വിച്ച് ഒരേ സമയത്ത് ചെക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. നമുക്ക് ആദ്യം എക്സാമ്പിളിലേക്ക് ശ്രദ്ധിക്കാം. ഇവിടെ ഒരു നമ്പർ റീഡ് ചെയ്തിട്ട് n1 ആണെങ്കിൽ ON എന്ന് ഡിസ്പ്ലേ ചെയ്യണം, 2 ആണെങ്കിൽ TW എന്ന് ഡിസ്പ്ലേ ചെയ്യണം, 3 ആണെങ്കിൽ THRE എന്ന് ഡിസ്പ്ലേ ചെയ്യണം. ഇങ്ങനെ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ ഇതാണ് സ്വിച്ചിന്റെ രൂപം. ഓക്കെ, അപ്പൊ സ്വിച്ചിന്റെ സിന്റാക്സ് നോക്കാം. സ്വിച്ച് എക്സ്പ്രഷൻ കേസ് കോൺസ്റ്റന്റ് കോളൻ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് ബ്രേക്ക് കേസ് കോൺസ്റ്റന്റ് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് ബ്രേക്ക് എക്സെട്ര എക്സെട്ര ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് n. സ്വിച്ചിൽ പ്രധാനപ്പെട്ട കീവേഡുകളായ സ്വിച്ച്, കേസ്, ബ്രേക്ക്, ഡിഫോൾട്ട് 4 കീവേഡുകളാണ് ഒരു സ്വിച്ച് എന്ന് പറയുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിക്കുന്നത്. സ്വിച്ച്, കേസ്, ബ്രേക്ക് ആൻഡ് ഡിഫോൾട്ട് ആർ കീവേഡ്സ്. ഓക്കെ, ഒരു സ്വിച്ചിനെ എങ്ങനെയാണ് if elseലേക്ക് മാറ്റുന്നത് എന്ന് കൂടി നോക്കിയാൽ കുറച്ചുകൂടി ക്ലിയർ ആവും.
നമ്മൾ നേരത്തെ എഴുതിയിരിക്കുന്ന if else ഇങ്ങനെ സ്വിച്ചിനെ ഈ രീതിയിലേക്ക് മാറ്റി എഴുതാവുന്നതാണ്. if n is equal to 1 cout one, else if n is equal to 2 cout two, else if n is equal to 3 cout thre, else അതായത് ലാസ്റ്റ് ഡിഫോൾട്ടിന്റെ ഭാഗത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം എൽസിലാണ് എഴുതുന്നത് cout invalid. അപ്പോൾ ഇതാണ് എൽസ് ഇഫ് സ്റ്റെയർ കേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എൽസ് ഇഫ് സ്റ്റെയർ കേസ് നമ്മൾ ചർച്ച ചെയ്തു, അതേപോലെ സ്വിച്ച് ചർച്ച ചെയ്തു, സിമ്പിൾ ഇഫും ഇഫ് എൽസും ചർച്ച ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ഓർ ഇറ്ററേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എക്സിക്യൂട്ടിംഗ് സം സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റഡ്ലി ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ. ഒരു കണ്ടീഷൻ അടിസ്ഥാനത്തിൽ തുടർച്ചയായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ഓർ ഇറ്ററേറ്റീവ് സ്റ്റേറ്റ്മെന്റ്. 3 പ്രധാനപ്പെട്ട ലൂപ്പ് സ്റ്റേറ്റ്മെന്റുകളാണുള്ളത്: വൈല്, ഫോർ, ഡു വൈൽ. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റും അതേപോലെ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഫോക്കസ് ഏരിയയും നോൺ ഫോക്കസ് ഏരിയയും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രോഗ്രാമുകളുടെ സഹായത്തോടു കൂടി നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ഈ ഒരു ക്ലാസ്സിൽ ഫോക്കസ് ഏരിയ അടിസ്ഥാനമാക്കി മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. ഏതൊരു ലൂപ്പ് എടുത്താലും അല്ലെങ്കിൽ മിക്കവാറും എല്ലാ ലൂപ്പുകളിലും ആ ലൂപ്പിനെ നിയന്ത്രിക്കുന്ന ഒരു വേരിയബിൾ ഉണ്ടാകും. ആ വേരിയബിളിനെ വിളിക്കുന്ന പേരാണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ഇസ് എ വേരിയബിൾ ഇൻ എ ലൂപ്പ് വിച്ച് കൺട്രോൾസ് ദ എക്സിക്യൂഷൻ ഓഫ് ബോഡി ഓഫ് ദ ലൂപ്പ്. ഓക്കെ, ഐ എന്ന് പറയുന്ന ലൂപ്പ് ഒരു വേരിയബിൾ ആണ്. താഴെ തന്നിരിക്കുന്ന എക്സാമ്പിൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. സി, ഐ എന്ന് പറയുന്ന വേരിയബിൾ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ഇനീഷ്യൽ വാല്യൂ കൊടുക്കണം, അതുപോലെ ആ ഐയുമായി ബന്ധപ്പെട്ട ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം, അതുപോലെ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് ബോഡി ഓഫ് ദ ലൂപ്പ്, അതുപോലെ ആ ഐയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ലൂപ്പ് കൺട്രോളിന്റെ വേരിയബിളിൽ മാറ്റം വരുത്തുന്നുണ്ട്. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഏതൊരു ലൂപ്പ് എടുത്താലും ഉണ്ടാവുന്നത്. കമ്പണൻസ് ഓഫ് ലൂപ്സ് ആർ ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് കണ്ടീഷൻ, ബോഡി ഓഫ് ദ ലൂപ്പ് ആൻഡ് അപ്ഡേഷൻ. ആദ്യത്തെ 10 നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം കോഡാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഐയുടെ വാല്യൂ ആദ്യം ഇനിഷ്യലൈസ് ചെയ്തു. ഐ 10 അതിൽ കുറവോ ആവുന്ന സമയത്ത് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് തുടർച്ചയായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഐ ആദ്യം 1 പ്രിന്റ് ചെയ്തു, ഐ 2 ആയി, 2 അതിൽ കുറവാണോ എന്ന് ചെക്ക് ചെയ്തു, അതേ വീണ്ടും താഴേക്ക് വന്നു, 2 പ്രിന്റ് ചെയ്തു. അങ്ങനെ 10 വരെ പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം കോഡാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതൊരു ലൂപ്പ് എടുത്താലും 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ഒന്ന് ഇനിഷ്യലൈസേഷൻ, മറ്റൊന്ന് ടെസ്റ്റ് എക്സ്പ്രഷൻ, മറ്റൊന്ന് ബോഡി ഓഫ് ദ ലൂപ്പ്, അപ്ഡേഷൻ. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് വാട്ട് ആർ ദി കമ്പോണന്റ്സ് ഓഫ് ലൂപ്സ്. ഓക്കെ, ഒന്നാമത്തെ ലൂപ്പിലേക്ക് വരാം. വൈൽ ലൂപ്പ്. ഇറ്റ്സ് എൻ എൻട്രി കൺട്രോൾ ലൂപ്പ്. എന്തുകൊണ്ടാണ് ഇതിന് എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് വിളിക്കുന്നത് നമുക്ക് പിന്നീട് പറയാം. ഹിയർ കണ്ടീഷൻ ഇസ് ചെക്ക്ഡ് ഫസ്റ്റ് and whenever condition is true, body of the loop is executed. അതാണ് അതിന്റെ കാരണം. ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, കണ്ടീഷൻ ശരിയാണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് കടക്കുന്നു. അങ്ങനെയുള്ള ലൂപ്പിനെ വിളിക്കുന്ന പേരാണ് എൻട്രി കൺട്രോൾ ലൂപ്പ്. ഓക്കെ, സോ വൈൽ ലൂപ്പ് ഈസ് എൻ എൻട്രി കൺട്രോൾ ലൂപ്പ്. ഇവിടെ ആദ്യത്തെ 5 നമ്പേഴ്സ് പ്രിന്റ് ചെയ്യേണ്ട ഒരു പ്രോഗ്രാം കോഡാണ് ഇത്. ആദ്യം ഐയുടെ വാല്യൂ 1 ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 അതെ ആണെങ്കിൽ cout i 1 പ്രിന്റ് ചെയ്യുന്നു. i പ്ലസ് പ്ലസ് i 1 വെച്ച് കൂട്ടുന്നു, 2 ആവുന്നു. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 അതെ cout i 2 പ്രിന്റ് ചെയ്യുന്നു. അങ്ങനെ 5 വരെ പ്രിന്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ് ഈ വൈൽ ലൂപ്പിന്റെ പ്രോഗ്രാം. ഇതിന്റെ സിന്റാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനീഷ്യലൈസേഷൻ, വൈൽ, ടെസ്റ്റ് എക്സ്പ്രഷൻ, പിന്നെ ബോഡി ഓഫ് ദ ലൂപ്പ്, അപ്ഡേഷൻ. ഈ ഒരു സിന്റാക്സിൽ അല്ലെങ്കിൽ ലൂപ്പിന്റെ പ്രധാനപ്പെട്ട 4 ഭാഗങ്ങൾ, ഈ 4 ഭാഗങ്ങളെ പല രീതിയിൽ എഴുതുമ്പോഴാണ് നമുക്ക് പല രീതിയിലുള്ള ലൂപ്പുകൾ കിട്ടുന്നത്. ഇപ്പോൾ വൈൽ ലൂപ്പ് നമ്മൾ മനസ്സിലാക്കി. ആദ്യം ഇനീഷ്യലൈസേഷൻ ആണ്, പിന്നെ ടെസ്റ്റ് എക്സ്പ്രഷൻ ആണ്, പിന്നെ ബോഡി ഓഫ് ദ ലൂപ്പ് ആണ്, പിന്നെ അപ്ഡേഷൻ ആണ്. ഇതിലൊരു മാറ്റം വരുത്തി നോക്കാം നമുക്ക്. ഫോർ ലൂപ്പിൽ ലൂപ്പിന്റെ പ്രധാനപ്പെട്ട 4 ഭാഗങ്ങളിൽ 3 ഭാഗങ്ങളും ഇനീഷ്യലൈസേഷനും ടെസ്റ്റ് എക്സ്പ്രഷനും അപ്ഡേഷനും ഒരു സിംഗിൾ ലൈനിൽ എഴുതുന്ന രീതിയാണ് ഫോർ ലൂപ്പിൽ ചെയ്യുന്നത്. സി, ഫോർ, ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേഷൻ, ബോഡി ഓഫ് ദ ലൂപ്പ്. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഈ ലൂപ്പിന്റെ പ്രോഗ്രാമിൽ തീർച്ചയായിട്ടും പ്രോഗ്രാമിന്റെ സൈസ് ചുരുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പക്ഷേ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന ക്രമം നേരത്തെ വൈൽ ലൂപ്പ് ചെയ്ത അതേ രൂപത്തിൽ തന്നെയാണ്. ആദ്യം ഇനീഷ്യലൈസേഷൻ, പിന്നെ ടെസ്റ്റ് എക്സ്പ്രഷൻ ആണ്, പിന്നെ ബോഡി ഓഫ് ദ ലൂപ്പ് ആണ്, പിന്നെ അപ്ഡേഷൻ ആണ്, പിന്നെ വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷൻ ആണ്. എപ്പോഴാണോ ടെസ്റ്റ് എക്സ്പ്രഷൻ ശരിയാവുന്നത് അപ്പോഴൊക്കെ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന ലൂപ്പാണ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോഗ്രാമുകളുടെ സഹായത്തോടു കൂടി നമ്മൾ ഇതിൻ്റെ നോൺ ഫോക്കസ് ഏരിയ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ക്ലാരിറ്റിക്ക് വേണ്ടി, കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിന്റെ 2ാമത്തെ പാർട്ട് കണ്ടാൽ മനസ്സിലാവും. 1ാമത്തെ പാർട്ടിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ വിശദീകരിച്ചെങ്കിൽ 2ാമത്തെ പാർട്ടിൽ നമ്മൾ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ് ലൈവ് പ്രോഗ്രാമുകളുടെ സഹായത്തോടു കൂടി നമ്മൾ വിശദീകരിച്ചിരിക്കുന്നത്. ഫോക്കസ് ഏരിയ അടിസ്ഥാനമാക്കി മാത്രമാണ് ഞാനിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ 10 നമ്പേഴ്സ് പ്രിന്റ് ചെയ്യേണ്ട ഒരു പ്രോഗ്രാം കോഡാണിത്. ഫോർ ലൂപ്പിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. മറ്റൊരു ലൂപ്പാണ് ഡു വൈൽ ലൂപ്പ്. ശ്രദ്ധിക്കുക,
മുകളിൽ കൊടുത്തിരിക്കുന്ന വൈൽ ലൂപ്പ് ആണെങ്കിലും ഫോർ ലൂപ്പ് ആണെങ്കിലും ആദ്യം ഇനീഷ്യലൈസേഷൻ നടത്തി ടെസ്റ്റ് എക്സ്പ്രഷൻ നടത്തിയാണ് ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് കടക്കുന്നത്. അതായത് ടെസ്റ്റ് എക്സ്പ്രഷൻ ശരിയാണെങ്കിൽ മാത്രമേ ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് കടക്കുള്ളൂ. വൈൽ ലൂപ്പ് നിങ്ങൾ നോക്കൂ. വൈൽ ലൂപ്പിൽ ആദ്യം ഇനീഷ്യലൈസേഷൻ ആണ്, പിന്നെ നേരിട്ട് ബോഡി ഓഫ് ദ ലൂപ്പിലേക്കാണ് കടക്കുന്നത്. ബോഡി ഓഫ് ദ ലൂപ്പ് കഴിഞ്ഞാണ് ടെസ്റ്റ് എക്സ്പ്രഷൻ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള ലൂപ്പിൽ നമ്മൾ വിളിക്കുന്ന പേര് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്നാണ്. അതായത് ബോഡി ഓഫ് ദ ലൂപ്പ് ഈസ് എക്സിക്യൂട്ടഡ് ബിഫോർ കണ്ടീഷൻ. ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത് കണ്ടീഷന് മുമ്പാണ്, ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് മുമ്പാണ്. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന്റെ മറ്റൊരർത്ഥം പറയുകയാണെങ്കിൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് അവസാനമാണെങ്കിൽ ആ ലൂപ്പിനെ വിളിക്കുന്ന പേരാണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇവിടെ ഒരു കാര്യം ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കും, അറ്റ്ലീസ്റ്റ് വൺസ് ബോഡി ഓഫ് ദ ലൂപ്പ് വിൽ ബി എക്സിക്യൂട്ടഡ്. അതായത് ആദ്യം തന്നെ കണ്ടീഷൻ തെറ്റാണെങ്കിൽ പോലും ഒരു പ്രാവശ്യമെങ്കിലും ബോഡി ഓഫ് ദ ലൂപ്പ് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യുമെന്ന് ഗ്യാരണ്ടിയുള്ള ലൂപ്പാണ് ഡു വൈൽ ലൂപ്പ്. ഇതാണ് പ്രധാനപ്പെട്ട ലൂപ്പുകൾ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്. വൈൽ ലൂപ്പിന്റെ സിന്റാക്സ് ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ദ ലൂപ്പ്, അപ്ഡേഷൻ. ഡു വൈൽ ആണെങ്കിൽ ഇനിഷ്യലൈസേഷൻ, ബോഡി ഓഫ് ദ ലൂപ്പ്, അപ്ഡേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ. ഫോർ ലൂപ്പ് ആണെങ്കിൽ ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേഷൻ, ബോഡി ഓഫ് ദ ലൂപ്പ്. ഈ രീതിയിൽ എഴുതുന്ന 3 ലൂപ്പുകളാണ്. ഒരു ലൂപ്പിൽ നിന്ന് മറ്റൊരു ലൂപ്പിലേക്ക് എങ്ങനെ മാറ്റി എഴുതാം എന്നുള്ളതും നമ്മളിവിടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി 2 രീതിയിലുള്ള ലൂപ്പുകളാണുള്ളത്. ഒന്ന് എക്സിറ്റ് കൺട്രോൾ ലൂപ്പും എൻട്രി കൺട്രോൾ ലൂപ്പുമാണ്. ഓക്കെ, എൻട്രി കൺട്രോൾ ലൂപ്പ് ആണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പ് ആഫ്റ്റർ ടെസ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ടെസ്റ്റ് എക്സ്പ്രഷന് ശേഷമാണ്. ഓക്കെ, പക്ഷെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പിലാണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പ് ഈസ് ബിഫോർ ടെസ്റ്റ് എക്സ്പ്രഷൻ. ടെസ്റ്റ് എക്സ്പ്രഷന് മുമ്പ് തന്നെ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൽ നമുക്ക് പറയാൻ പറ്റും അറ്റ്ലീസ്റ്റ് വൺസ് ബോഡി വിൽ ബി എക്സിക്യൂട്ടഡ്. ഒരു പ്രാവശ്യമെങ്കിലും ബോഡി എക്സിക്യൂട്ട് ചെയ്യും. പക്ഷെ ഇവിടെ അങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. നോ ഗ്യാരണ്ടി ഓഫ് എക്സിക്യൂഷൻ ഓഫ് ബോഡി ഓഫ് ദ ലൂപ്പ്. ആദ്യം തന്നെ കണ്ടീഷൻ തെറ്റാണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പ് ഒരു പക്ഷേ തീരെ എക്സിക്യൂട്ട് ചെയ്യാതെ വരാം. അപ്പോൾ ഇനി എക്സിറ്റ് കൺട്രോൾ ലൂപ്പിനും എൻട്രി കൺട്രോൾ ലൂപ്പിനും എക്സാമ്പിൾസ് വൈൽ ലൂപ്പും ഫോർ ലൂപ്പും എൻട്രി കൺട്രോൾ ലൂപ്പാണ്. ഡു വൈൽ ലൂപ്പ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. ഇത്രയും കാര്യങ്ങളാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികളുടെ ചാപ്റ്റർ നമ്പർ 7 ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. ഇനി കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാര്യം കൂടി ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ജമ്പ് സ്റ്റേറ്റ്മെന്റ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികൾക്ക് ഈ ഭാഗമില്ല, അവർക്കത് പഠിക്കാനുള്ളത് അടുത്ത വർഷമാണ്, സെക്കൻഡ് ഇയറിൽ പഠിക്കേണ്ട ടോപ്പിക്കാണ്. എന്നാൽ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഭാഗം കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ജമ്പ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഭാഗം കൂടി ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ജമ്പ് സ്റ്റേറ്റ്മെന്റ്? ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ ട്രാൻസ്ഫർ ഓഫ് പ്രോഗ്രാം കൺട്രോൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ ആർ കോൾഡ് ജമ്പ് സ്റ്റേറ്റ്മെന്റ്. ഒരു പ്രോഗ്രാമിന്റെ നിയന്ത്രണം ഒരിടത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ സഹായിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളെയാണ് ജമ്പ് സ്റ്റേറ്റ്മെന്റുകൾ എന്ന് വിളിക്കുന്നത്. 4 ജമ്പ് സ്റ്റേറ്റ്മെന്റ്സുകളാണുള്ളത്: ബ്രേക്ക്, കണ്ടിന്യൂ, ഗോ ടു ആൻഡ് റിട്ടേൺ. ഇതിൽ 2 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓൺലി ഫോർ കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻകാർ തൽക്കാലം ഇത് പഠിക്കേണ്ടതില്ല, കമ്പ്യൂട്ടർ സയൻസുകാർക്ക് മാത്രമുള്ളതാണ്. ബ്രേക്കും കണ്ടിന്യൂ ആണ് 2 പ്രധാനപ്പെട്ട ജമ്പ് സ്റ്റേറ്റ്മെന്റ്. എന്താണ് ബ്രേക്കിന്റെ ഉപയോഗം? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടെർമിനേറ്റിംഗ് എ ലൂപ്പ്. ഒരു ലൂപ്പ് നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതേപോലെ സ്വിച്ചിന്റെ ഉള്ളിലും അത് ഉപയോഗിച്ചിട്ടുണ്ട്, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഒരു ഉദാഹരണം വെച്ച് നമുക്ക് പറയാം, i is equal to 1, i less than or equal to 10, i plus plus. if i is equal to 4, break cout i. ഇതിനർത്ഥം ഐയുടെ വാല്യൂ എപ്പോഴെങ്കിലും 4 ആയാൽ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ലൂപ്പ് നിർത്തിപ്പോകും, പിന്നെ ലൂപ്പിന്റെ ഉള്ളിലുള്ള ഒരു കാര്യവും ചെയ്യില്ല. നമുക്കറിയാം ഈ ബ്രേക്ക് ഇല്ലെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 2 3 4 5 6 7 8 9 10 വരെ പ്രിന്റ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ i = 4 ആയപ്പോൾ ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ 4 ആവുന്ന സമയത്ത് ഈ ലൂപ്പ് നിർത്തിപ്പോയത് കൊണ്ട് പിന്നീടുള്ള cout i ഒന്നും എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇതിന്റെ ഔട്ട്പുട്ട് 1 2 3 മാത്രമായിരിക്കും. whenever condition is true, break statement is executed. whenever break statement is executed, loop will be terminated. That is what is break statement. It is one of the jump statement, where jump statement is used for transferring program control from one place to another. Another jump statement is continue. മറ്റൊരു ജമ്പ് സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടിന്യൂ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്കിപ്പിംഗ് എ പാർട്ട് ഓഫ് കോഡ്. ഒരു കോഡ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി, ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ലൂപ്പിന്റെ ഉള്ളിലുള്ള ഒരു കോഡ്, ഒരു ഭാഗം ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ കണ്ടിന്യൂ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നേരത്തെ എഴുതിയിരിക്കുന്ന അതേ പ്രോഗ്രാം തന്നെ കണ്ടിന്യൂ വെച്ച് എഴുതുകയാണെങ്കിൽ ഐയുടെ വാല്യൂ 1 ആകുമ്പോൾ 1 പ്രിന്റ് ചെയ്യും, പ്രശ്നമില്ല. 2 ആകുമ്പോൾ 2 പ്രിന്റ് ചെയ്യും, 3 ആകുമ്പോൾ 3 പ്രിന്റ് ചെയ്യും. 4 ആകുമ്പോൾ i = 4 കണ്ടിന്യൂ എന്ന് കണ്ടാൽ പിന്നെ അതിന്റെ നേരെ താഴെയുള്ള ഭാഗം എക്സിക്യൂട്ട് ചെയ്യപ്പെടില്ല. അപ്പൊ 4 ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നില്ല. എന്നിട്ട് പിന്നെ അടുത്ത ഇറ്ററേഷനിലേക്ക് അത് പോകുന്നു, ലൂപ്പ് നിർത്തുന്നില്ല. നേരത്തെ ബ്രേക്ക് ചെയ്തതുപോലെ ലൂപ്പ് നിർത്തുന്നില്ല, അടുത്ത ഇറ്ററേഷനിലേക്ക് പോകുന്നു. അവിടെ ഐയുടെ വാല്യൂ 5 ആവുന്നു. 5 less than or equal to 10, yes.
IUC 5 അല്ലാത്തത് കൊണ്ട് ഫൈവ് പ്രിന്റ് ചെയ്യുന്നു, 6ഉം 7ഉം 8ഉം 9ഉം 10ഉം പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ ഐയുടെ വാല്യൂ 4 ആകുന്ന സമയത്ത് മാത്രം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് സ്കിപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ബ്രേക്ക് ഈസ് യൂസ്ഡ് ഫോർ ടെർമിനേറ്റിംഗ് എ ലൂപ്പ്, കണ്ടിന്യൂ ഈസ് യൂസ്ഡ് ഫോർ സ്കിപ്പിംഗ് എ പാർട്ട് ഓഫ് കോഡ്. ഇതാണ് പ്രധാനപ്പെട്ട കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളുടെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ചാപ്റ്റർ നമ്പർ 7ൽ നമ്മൾ ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ളത്. തീർച്ചയായും ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ ഒരുപക്ഷെ ഒരു പ്രോഗ്രാമിംഗ് സ്കില്ല് നമുക്ക് ലഭിച്ചെന്ന് വരില്ല. കൃത്യമായി എങ്ങനെ പ്രോഗ്രാം എഴുതാം ബൈ യൂസിങ് ഇഫ്, സ്വിച്ച്, അതുപോലെ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഒക്കെ ഉപയോഗിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്ലാസ് നമ്മുടെ ഇവിടെ തന്നെ ഈ ചാനലിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള ആളുകൾക്ക് ആ ഒരു ക്ലാസ് കാണാവുന്നതാണ്. ഒന്നാമത്തെ പാർട്ടിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് ഈഫും സ്വിച്ചുമാണ് ചർച്ച ചെയ്തതെങ്കിൽ രണ്ടാമത്തെ പാർട്ടിൽ ഓൺലി ഫോർ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സിന് മാത്രമുള്ള ഒരു പാർട്ടാണ് രണ്ടാമത്തെ പാർട്ട്. അത് നോൺ ഫോക്കസ് ഏരിയ ഉൾക്കൊള്ളുന്ന ഭാഗമാണ്. ഈ ഫോക്കസ് ഏരിയയുടെ ക്ലാസ് കണ്ടിട്ട് കേട്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാകാത്തവർക്ക് തീർച്ചയായിട്ടും ഈ 2 പാർട്ടുകൾ കാണുന്നതോടുകൂടി എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആവും എന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, കമ്പ്യൂട്ടർ സയൻസിൽ മാക്സിമം മാർക്ക്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ ഫോക്കസ് ഏരിയ അടിസ്ഥാനമാക്കിയുള്ള പഠനം നമ്മളെ സഹായിക്കും. തീർച്ചയായും C++ന്റെ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ഫോക്കസ് ഏരിയ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് +1ന്റെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികളുടെ. ഇനി കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് കുറച്ചുകൂടെ ടോപ്പിക്സ് കമ്പ്യൂട്ടർ സയൻസിൽ C++ന്റെ ഭാഗമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താങ്ക് യു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.